ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ നിലവിലുള്ള സിസ്റ്റം ഫിൻജാൽ ചുഴലിക്കാറ്റാകാൻ സാധ്യതയെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ് വെതർ. ചുഴലിക്കാറ്റാകാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടെന്നും അടുത്ത 24 മണിക്കൂറിൽ തമിഴ്നാട് തീരത്ത് ചുഴലിക്കാറ്റിനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്നും മെറ്റ് വെതർ അറിയിച്ചു. അതേസമയം സിസ്റ്റം ചുഴലിക്കാറ്റാകാൻ സാധ്യതയില്ലെന്നും തീവ്ര ന്യൂനമർദ്ദമായി കരകയറാനാണ് സാധ്യതയെന്നും ഇന്നലെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇന്നലെ രാത്രിയോടെ മുന്നറിയിപ്പ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചുഴലിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന നിരീക്ഷണത്തിൽ കാലാവസ്ഥാ വിഭാഗം ഇന്ന് വീണ്ടും മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. US നാവികസേനയുടെ ജോയിന്റ് ടൈഫൂൺ വാർണിംഗ് സെന്ററിന്റെ പ്രവചനപ്രകാരവും നിലവിലെ തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായിരിക്കും. ചില സ്വകാര്യ കാലാവസ്ഥാ ഏജൻസികളും തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തീവ്ര ന്യൂനമർദ്ദത്തെ ചുറ്റുന്ന കാറ്റിന് മണിക്കൂറിൽ 45 മുതൽ 55 വരെ കിലോമീറ്റർ വേഗമുണ്ടെന്നും കാറ്റിന്റെ വേഗം ചുഴലിക്കാറ്റിന്റെ പരിധിയിൽ എത്തുമെന്നും എന്നാൽ കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യത ഇല്ലെന്നും മെറ്റ് വെതർമാൻ പറയുന്നു. കേരളത്തിൽ ഇന്ന് രാത്രിയോടെ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത 48 മണിക്കൂറിൽ ന്യൂനമർദ്ദം ചെന്നൈക്കും പുതുച്ചേരിക്കും ഇടയിലുള്ള തീരത്തേക്ക് നീങ്ങുന്നതോടെ തമിഴ്നാട്ടിലും കേരളത്തിലും മഴ ലഭിക്കും. നേരത്തെ ശനി മുതൽ തിങ്കൾ വരെയാണ് മഴസാധ്യത മെറ്റ് വെതർ പ്രവചിച്ചിരുന്നത്. ഇത് 12 മുതൽ 18 വരെ മണിക്കൂർ മാറിയേക്കാമെന്നാണ് മെറ്റ് വെതർ പറയുന്നത്. ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപാതക്കനുസരിച്ച് മഴമുന്നറിയിപ്പിൽ മാറ്റം വരും. ഇപ്പോഴത്തെ നിരീക്ഷണമനുസരിച്ച് മധ്യകേരളത്തിലാണ് കൂടുതൽ മഴസാധ്യതയെന്നും വടക്കൻ ജില്ലകളിൽ കോഴിക്കോട് വരെയുള്ള മേഖലകളിലും തെക്കൻ കേരളത്തിൽ പത്തനംതിട്ട വരെയുള്ള മേഖലകളിലും ശക്തമായ മഴസാധ്യത നിലനിൽക്കുന്നുവെന്നും മെറ്റ് വെതർ അറിയിച്ചു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.